ഇതുപോലെ മറ്റൊരാൾ വന്ന് ചോദിച്ചു, കുട്ടിയെ ഇടുന്ന പ്രസവിക്കുന്ന ജീവജാലങ്ങളെയും മുട്ടയിട്ട് അടയിരുന്ന് കുട്ടികളെ പ്രസവിപ്പിക്കുന്നതായ ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീവജാലങ്ങളെയും ഒന്ന് പറഞ്ഞു തരാമോ അലിയേ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഈ ചോദ്യമെല്ലാം തബ്കീത്തിയായ ചോദ്യമാണ്. ഉത്തരം മുട്ടിക്കുന്നതിന് വേണ്ടി നബിയുടെ കാലത്ത് അലിയാർ തങ്ങളുടെ കാലത്ത് തന്നെ റവാഫിലിയാക്കൾ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു, ഖദരിയാക്കൾ. ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. യഹൂദ നസ്രാണി പണ്ഡിതന്മാർ മുഹമ്മദ് നബിയെയും അനുയായികളെയും ഏതെല്ലാം നിലയിലാണെന്ന് പരീക്ഷിച്ചവരെ പരാജയപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുക അവരുടെ കൗശലത്തിൽ നിന്നും ഉദിച്ചു വന്ന നതീജാത്തുകളാണ്, കുട്ടികളാണ് ഈ ചോദ്യങ്ങൾ അല്ലേ. അപ്പോൾ മുട്ടയിട്ട് കുട്ടികളെ വളർത്തുന്നതായ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികൾ, പ്രസവിക്കുന്നതായ ജീവികൾ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കി തരാമോ, മൊത്തത്തിലൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കി തരാമോ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞ എന്താണെന്നറിയാമോ? കുറ്റിച്ചെവി കുട്ടി, വട്ടച്ചെവി മുട്ട. എന്താ മനസ്സിലായത്? കുറ്റിച്ചെവി നോക്കിയാൽ കാണുന്ന, തപ്പിയാൽ കയ്യിൽ തടയുന്ന, പിടിച്ചാൽ കയ്യിൽ കിട്ടുന്ന ചെവി ആട്, പശു, മനുഷ്യൻ പോലുള്ള പട്ടികൾ, മുയലുകൾ, എലികൾ അപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ കുറ്റിച്ചെവി അവറ്റകളെല്ലാം കുട്ടിയാണടാ ഇടുന്നത്. എന്നാൽ വട്ടച്ചെവി തപ്പിയാൽ അറിയാൻ പറ്റത്തില്ല, നോക്കിയാൽ അറിയാൻ പറ്റത്തില്ല, സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിച്ചാൽ അറിയാൻ പറ്റും. അത് പാമ്പുകൾ, കൂടുതലും പാമ്പുകൾ ഉണ്ടോ, ആ പാമ്പുകൾ മുട്ടയാണ് ഇടുന്നത്. അനോക്കൊണ്ടാന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അത് കുട്ടിയെ ഇടുന്നത്. ഇതിപ്പം ഭൂരിപക്ഷം കൂടുതലും അഭിരുഹായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ചെവി ഉണ്ടോ, തപ്പിയാൽ കിട്ടും, പിടിച്ചാൽ കിട്ടും, നോക്കിയാൽ കിട്ടും അല്ലേ. ആടിൻ്റെത്, പശുവിൻ്റെത്, എരുമയുടെ, കുതിരയുടെ, മാനിന്റെ, അതുപോലെ സിംഹത്തിന്റെ, കരടിയുടെ, അതെല്ലാം നോക്കിയാൽ കിട്ടും, പിടിച്ചാലും കിട്ടും, മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കണ്ണുകൊണ്ട് കാണാനും പറ്റും. അവറ്റകളെല്ലാം കുട്ടികളാണ് ഇടുന്നത്, പ്രസവിക്കുകയാണ്. മറ്റവരെല്ലാം മുട്ടയാണ് ഇടുന്നത്. ശരിയല്ലേ?